ഹായ് എവരിവൺ. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLC മാത്തമാറ്റിക്സിലെ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററാണ്. വൃത്തങ്ങൾ SLC മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ വൃത്തങ്ങളിൽ കുറെ പോയിന്റ്സ്, അതായത് കുറെ പ്രൂഫുകളും കുറെ പോയിന്റ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള കുറെ പ്രോബ്ലംസും ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ 9ലും 10ലും 9ലും 8ലൊക്കെ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമായിട്ട് വരും. ഓരോ ടേംസും അതൊക്കെ അറിഞ്ഞിരിക്കണം. വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാല് വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണാണ്. വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ, അതായത് നമുക്കറിയാം ഒരു വൃത്തം കൺസിഡർ ചെയ്യുക. അതായത് ഒരു വൃത്തം വരച്ചാല് അതിന്റെ വ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാലോ, കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതാണ് വ്യാസം. കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിലെ മറ്റ് രണ്ട് ബിന്ദുക്കളും യോജിപ്പിച്ച് കിട്ടുന്നതാണ് എന്ത്, വ്യാസം എന്ന് പറയുന്നത്. ഇവിടെ കേന്ദ്രം അതായത് വൃത്തത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് കേന്ദ്രം, അതുപോലെ ഈ വരച്ചതിപ്പോ വ്യാസം എന്ന് പറയും. അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്നത് ആരെന്ന് പറയും. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്നത് ആരെന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എഴുതുന്നില്ല. അതായത് വ്യാസത്തിന്റെ രണ്ട് പോയിന്റുകളും വൃത്തത്തിലെ ഒരു പോയിന്റും തമ്മിൽ യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു മട്ടമാണെന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണാണ്. അതാണ് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറയുന്നത്? ഇതാണ് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ വ്യാസത്തെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സ് ആണ്. ഈ രണ്ട് പോയിന്റ്സിൽ നിന്ന് വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലോട്ടും, വൃത്തത്തിലെ ഏതൊരു ബിന്ദു എന്ന് പറയുന്നത് ഈ വരച്ച വൃത്തത്തിലുള്ള ബിന്ദുവാണ് ഉദ്ദേശിക്കുന്നത്. അല്ല വൃത്തത്തിന് ഉള്ളിലുള്ള ബിന്ദുവോ അല്ലെങ്കിൽ വൃത്തത്തിന് പുറത്തുള്ള ബിന്ദു ഒന്നല്ല. വൃത്തത്തിലെ ബിന്ദു എന്ന് പറയുന്നത് ഈ വരച്ച ഇതിൽ മാത്രമുള്ള ബിന്ദുക്കളാണ് പറയുന്നത്. അപ്പോ വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് ആദ്യം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും വരച്ചാൽ കിട്ടുന്നത് ഒരു മട്ടകോണാണെന്ന് പറയുന്നത്. വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും വരച്ചാൽ, അപ്പൊ ഈ ഒരു ബിന്ദുവിലേക്ക് വരച്ചു നോക്കി, അപ്പൊ ഈ കോൺ എന്തായിരിക്കും? മട്ടകോണായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പോയിന്റുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രത്യേകം ഓരോ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. പ്രത്യേകം എടുത്ത് കാണിച്ചുകൊണ്ട് ഓരോ പോയിന്റ്സും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയിന്റ്സ് ഇവിടെ എഴുതുന്നില്ല. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും അതിന്റെ റെഫറൻസ് പരീക്ഷാ സഹായം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ പറയുന്നത് ഇത് മട്ടകോണാണെന്ന് പറയുന്നത്. ഈ ബിന്ദുവിലേക്ക് യോജിപ്പിച്ച് കിട്ടുന്നത് ഇവിടെ മട്ടകോണാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറെ വിധത്തിലും പറയുന്നുണ്ട്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമായിരിക്കും. എന്താണ് അർദ്ധവൃത്തം എന്ന് പറയുന്നത്? ഇതാണല്ലോ അർദ്ധവൃത്തം. ഇതിലെ കോൺ മട്ടമായിരിക്കും. ഇതിൽ നമ്മളൊരു കോൺ ഉണ്ടാക്കിയാൽ അത് മട്ടമായിരിക്കും എന്നാണ് പറയുന്നത്. മട്ടം എന്ന് പറയുന്നത് 90 ഡിഗ്രി. മട്ടകോണായിരിക്കും എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രൂഫ് ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിന് ഈ പോയിന്റിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേക വൃത്തം വരയ്ക്കുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഈ വൃത്തം തന്നെ കൺസിഡർ ചെയ്യാം. ഈ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ നമ്മൾ A-B പോയിന്റ്സുകൾ രേഖപ്പെടുത്തി. വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളെ A-B എന്നുള്ള പോയിന്റ്സ് വെച്ച് രേഖപ്പെടുത്തി. അതുപോലെ ഇത് P എന്നുള്ള പോയിന്റ് എടുത്തു. P എന്നുള്ള പോയിന്റ് ആയിട്ട് സെന്ററിന് O, കേന്ദ്രത്തെ വിളിച്ചു? O എന്നുള്ള ഒരു പോയിന്റ് വെച്ച് വിളിച്ചു. അങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് നോക്കുക. അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇതിലോട്ട് Pയിലോട്ട് യോജിപ്പിക്കുക. കേന്ദ്രത്തിൽ നിന്ന് Pയിലോട്ട് യോജിപ്പിക്കുക. അപ്പൊ നമുക്കറിയാം ഈ OA എന്ന് പറയുന്നത് ആരമാണ്, OB എന്ന് പറയുന്നത് ആരമാണ്, അതായത് റേഡിയസ് ആണ്.
അതുപോലെ ഒ പി എന്ന് പറയുന്നതും ആരമാണ്. ഒ എന്ന് പറയുന്നത്, ഒ ബി എന്ന് പറയുന്നത്, ഒ പി എന്ന് പറയുന്നതൊക്കെ റേഡിയസുകളാണ്. ഈ എ ഒ പി എന്നുള്ളൊരു ത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ എ ഒ പി, ഇവിടെ കാണുന്ന ട്രയാങ്കിൾ എ ഒ പി പരിഗണിക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ഒ പി പരിഗണിക്കുകയാണെങ്കിൽ എ ഒയും ഒ പിയും എന്താണ്? തുല്യമാണ്. എ ഒയും ഒ പിയും തുല്യമാണ്. എന്തുകൊണ്ട്? അവ ആരങ്ങളായതുകൊണ്ട്. എ ഒയും ഒ പിയും തുല്യമാണ്, ആരമായതുകൊണ്ട്. അപ്പൊ എയും ഒ പിയും തുല്യമാണെങ്കിൽ ത്രികോണം എ ഒ പി എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. അതറിയാലോ, രണ്ട് വശങ്ങൾ, ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായാല് ആ ത്രികോണത്തെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം. അപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഈ പാദത്തില്, ഈ സമപാർശ്വ ത്രികോണം ഈ പാദത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും. ഇനി അതുപോലെ ത്രികോണം ഒ ബി പി കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ബി ഒ പി, ത്രികോണം ബി ഒ പി കൺസിഡർ ചെയ്താല് ഇതെന്താണ്? ഒ പിയും ഒ ബിയും ആരങ്ങളാണ്. അപ്പൊ അവ തുല്യമാണ്. അപ്പൊ നേരത്തെ ഈ ത്രികോണത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബി ഒ പി എന്നുള്ള ത്രികോണം എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് തന്നെ ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണമാണ്. അപ്പോ സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് തന്നെ ഈ പാദത്തിലുള്ള രണ്ട് കോണുകളും സമപാർശ്വ ത്രികോണത്തിന്റെ ഇത് അതിന്റെ പാദമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ പാദത്തിലുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടെ എന്താണോ കോണ് അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊരു വൈ നിർത്താല് ഇതും വൈ ആയിരിക്കും. ഇതൊരു വൈ നിർത്താല് ഇവിടെ എന്തായിരിക്കും? വൈ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത്രയും കോണുകൾ ലഭിച്ചു. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എത്രയാണ്? ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. ആകെ കോണുകളുടെ തുക. അപ്പൊ ആകെ കോണുകളുടെ തുക നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 150. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x, വൈ പ്ലസ് വൈ എന്ന് പറയുന്നത് 2y ഈക്വൽ ടു 150. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 150, എക്സ് പ്ലസ് വൈ സമം 150/2 സമം 90. 150/2 സമം 90. അതായത് എന്ത് ലഭിച്ചു? എക്സ് പ്ലസ് വൈ സമം 90 എന്ന് ലഭിച്ചു. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോൺ പി ആണ്. കോൺ പി ആണ് നമുക്ക് 90 എന്ന് ലഭിച്ചത്. കോൺ പി സമം 90 ഡിഗ്രി. അതായത് എന്താണ് അതിന്റെ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഫസ്റ്റ് നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അതിന്റെ പ്രൂഫ് പറയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും യോജിപ്പിച്ചാൽ കിട്ടുന്നത് എന്താണ്? മട്ടകോണാണ്. ഒരു വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്നും വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു മട്ടകോണാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് നമ്മൾ പ്രൂഫ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ നമ്മൾ പറഞ്ഞു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമായിരിക്കും. അതായത് ഇത്രയും കൺസിഡർ ചെയ്യണമെന്നില്ല, ഈ ഒരു അർദ്ധവൃത്തം മാത്രം കൺസിഡർ ചെയ്താലും ഈ അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? മട്ടകോണാണ്. ഈ അർദ്ധവൃത്തത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് മട്ടകോണാണ്. അതിന്റെ പ്രൂഫാണിത്. ആ പ്രൂഫ് അതിന്റെ സ്റ്റെപ്പുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് പരീക്ഷയ്ക്ക് അതിന്റെ പ്രൂഫ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വിശദീകരിച്ച് എഴുതുക. ഓരോന്ന് പറഞ്ഞിട്ട് ത്രികോണം എ ഒ പി, എ ഒ സമം പി ഒ, എ ഒയും പി ഒയും ആരങ്ങളായതുകൊണ്ട് എ ഒ സമം പി ഒ, അതുകൊണ്ട് ത്രികോണം എ ഒ പി സമപാർശ്വ ത്രികോണാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യാണ്, സമം എക്സ് എന്നൊക്കെ എടുക്കുക. അങ്ങനെ ഓരോന്ന് വിശദീകരിച്ച് എഴുതുക. അതിന്റെ ജസ്റ്റ് സ്റ്റെപ്പുകൾ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോ, തിയറി പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതിന് വേറെ പോയിന്റ് പറയുന്നത് സെക്കൻഡ് പോയിന്റ് എന്താ നോക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെ ഇത് വ്യാസം
അത് വേറെ ഡെഫിനിഷൻ ആയിട്ടും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. വേറെ ഡെഫിനിഷൻ ആയിട്ടല്ല, വേറെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാല്, ഒരു വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ, ആ ഒരു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്, അത് വേറെ വിധത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ഒരു വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ, അതായത് വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് പല വരകളും വരക്കാലോ, ഇങ്ങോട്ടും പല വരകളും, ഇതാ ഇങ്ങോട്ടൊന്ന് വരച്ചു നോക്കാം, ഇങ്ങോട്ട് പല വരകളും വരക്കാം. അപ്പൊ ആ വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ, ഈ വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ, ഈ വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്, അതൊരു വേറെ വിധത്തിൽ പറഞ്ഞു മാത്രം. ഈ വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് വരക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും. വൃത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞാല് വൃത്തത്തിലൊരു പോയിന്റ് ആയിരിക്കും. ഈ വൃത്തത്തിലായിരിക്കും, വൃത്തത്തിലെ പോയിന്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും എന്താണ്, ഈ ഇങ്ങനത്തെ പോയിന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പോയിന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് വൃത്തത്തിന് ഉള്ളിലുള്ള പോയിന്റ്സും അല്ല, വൃത്തത്തിന് പുറത്തുള്ള പോയിന്റ്സും അല്ല. ഇവിടെ കാണിച്ച് വൃത്തം വരക്കുന്ന ഈ വരയിലുള്ള പോയിന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, വൃത്തത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നത്. അല്ല അതിന്റെ ഉള്ളിലുള്ളതോ പുറത്തുള്ളതോ ഒന്നും അല്ല. അപ്പൊ ഇവിടെ കൂട്ടിമുട്ടുന്ന വൃത്തത്തിലായിരിക്കും എന്നുള്ള ആ ഒരു പോയിന്റ്, അതും ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ വരക്കുന്നത് എന്താണെന്ന് അറിയാലോ, ഞാണ്. പിന്നെന്താണ് വിളിക്കുക, ഞാണെന്ന് വിളിക്കും. ഈ ഞാണിന്റെ ഇവിടെ ഉള്ളത് ഇതിന്റെ ചാപം എന്ന് പറയും. ചാപം, ഈ ചാപത്തെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ചാപം എന്താണ്, ഇതിന്റെ മറുചാപം എന്ന് വിളിക്കും. ഇത് ചാപം എന്ന് വിളിക്കും. മറ്റേത് ഈ ചാപത്തെ കൺസിഡർ ചെയ്ത് ഈ ചാപം എന്താണ്, മറുചാപം. അതുപോലെ ഈ വരച്ചത് വ്യാസമല്ല, ഇവിടെ വൃത്തത്തിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ്, ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന എന്താണ്, ഞാണ്. വൃത്തത്തിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന ഈ വരക്ക് എന്താണ് പറയാ, ഞാണ് എന്ന് പറയാം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, വൃത്തം എന്നുള്ളത്. അതായത് ഇതിന്റെ ഓരോ ബേസിക് ടേംസ്, അത് നമ്മൾ 8ലും 9ലൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഞാണ് എന്ന് പറയും. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചാല്, ഇത് എ ബി എന്നുള്ളൊരു ഞാനാണെങ്കിൽ, ഇത് വൃത്തത്തിന്റെ സെന്റർ ഓ, വൃത്തത്തിന്റെ സെന്റർ ഓ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. എ ബിയുടെ മുകളിൽ പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഈ എ ബിയുടെ മുകളിലായിട്ട് പി എവിടെ ആയാലും, പി എന്നുള്ള പോയിന്റ് എ ബിയുടെ മുകളിൽ എവിടെ ആയാലും എന്താണ് പറയുന്നത്, ഈ എ ഒ പി അല്ലെങ്കിൽ ആംഗിൾ എ പി ബി എന്ന് പറയുന്നത്, ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് ഇതിന്റെ പകുതി ആയിരിക്കും, ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് എ ബിയുടെ മുകളിലായിരിക്കണം പി എന്നുള്ള പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ എ പി ബിയുടെ കോണളവ് എത്രയാണ്, എ പി ബിയുടെ കോണളവ് എന്ന് പറയുന്നത് എ ഒ ബിയുടെ പകുതി ആയിരിക്കും. എ പി ബിയുടെ കോണളവ് എന്ന് പറയുന്നത് എ ഒ ബിയുടെ പകുതിയാണ്. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത്. എ പി ബി സമം ഹാഫ് ഓഫ് എ ഒ ബി. എ പി ബി എന്ന് പറയുന്നത് ഈ കോണിന്റെ പകുതിയായിരിക്കും. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ വരുന്നത് എന്നുള്ള അതിന്റെ പ്രൂഫ് പറയാം. ഈ എ ഒ ബിയുടെ പകുതിയാണ് എ പി ബി എന്ന് പറഞ്ഞു. പി എന്നുള്ള പോയിന്റ് എന്തായിരിക്കണം, എ ബിയുടെ മുകളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത് സെന്റർ ഓ എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇത് സെന്റർ ഓ. അങ്ങനെയാണെങ്കിൽ ഒ എയും ഒ പിയും എന്താണ്, ഒ എ ഒ പി ഒ ബി ഇവയ്ക്ക് ആരങ്ങളാണ്. ഒ എ ഒ പി ഒ ബി എന്ന് പറയുന്നത് എല്ലാം ആരങ്ങളാണ്. അപ്പൊ അതൊക്കെ തുല്യമായിരിക്കും.
ഈ ഒരു ട്രയാങ്കിൾ എ പി ഒ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ എ ഒ പി കൺസിഡർ ചെയ്താൽ ഈ വശവും എന്താണ്? ഓയും ഒ പിയും തുല്യമാണ്. എന്തുകൊണ്ട്? ആരങ്ങളായതുകൊണ്ട്. അപ്പോൾ രണ്ട് തുല്യ വശങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ നേരത്തെ പ്രൂഫിൽ പറഞ്ഞ പോലെ തന്നെ സമപാർശ്വ ത്രികോണമാണ്. എ ഒ പി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഈ പാദത്തിലുള്ള ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. രണ്ട് എക്സുകൾ എടുത്തു, രണ്ട് എക്സ് എടുത്തു. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? എ ഒ ബിയുടെ പകുതിയാണ് എ പി ബി എന്നുള്ള ആംഗിൾ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ട് എക്സ് എടുത്തു. അതുപോലെ ട്രയാങ്കിൾ ബി ഒ പി കൺസിഡർ ചെയ്താൽ, ത്രികോണം ബി ഒ പി കൺസിഡർ ചെയ്താല് ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ഏതൊക്കെ? ഒ ബിയും ഒ പിയും. എന്തുകൊണ്ട്? ആരങ്ങളായതുകൊണ്ട്. ഒ ബിയും ഒ പിയും തുല്യമാണ്, ആരങ്ങൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിന്റെ പാദത്തിലുള്ള കോണുകൾ, അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ നമ്മൾ ഈ വീഡിയോയിൽ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന കാര്യം. അപ്പോൾ പാദത്തിലുള്ള വശങ്ങളായതുകൊണ്ട് തന്നെ, പാദത്തിലുള്ള കോണുകളായതുകൊണ്ട് ആ കോണുകൾ തുല്യമായിരിക്കും. വൈ എടുത്തു. അപ്പൊ ഇത് എക്സ്, ഇത് വൈ. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? ഈ ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ എക്സ്, അത് രണ്ടും കൂടി കൂട്ടിയാൽ 2x. അപ്പൊ ത്രികോണത്തിന്റെ ആകെ കോണളവ് എത്രയാണ്? 180 ഡിഗ്രി. ആകെ കോണളവ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ ഇത് 180 കുറക്കണം 2x ആയിരിക്കും. 180 കുറക്കണം 2x. അതുപോലെ ഇവിടെ ഈ കോൺ എന്ന് പറയുന്നത് വൈ കൂട്ടിയാൽ 2y. പിന്നെ ഇവിടെ ബാക്കിയുള്ള കോണളവ് എത്രയായിരിക്കും? ഈ ഓ എന്നുള്ളത് തൽക്കാലം മാറ്റുന്നുണ്ട്. അതായത് സെന്റർ ഓ എന്നുള്ളത് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ എഴുതുന്നുണ്ട് ഓ. ഇത് എത്രയാണ്? 180 കുറക്കണം 2y. ഈ കോണളവ് എത്രയായിരിക്കും? 180 കുറക്കണം 2y. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? നമുക്കറിയാം കേന്ദ്രത്തിലുള്ള ആകെ കോണളവ് എത്രയാണ്? ആകെ കോണളവ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലുള്ള ആകെ കോണളവ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. അതായത് ഇവിടെ മൊത്തം മുഴുവനായിട്ടുള്ള ഒരു കോണളവ് ലഭിക്കും. ഒരു സർക്കിളിന്റെ ഒരു മൊത്തത്തിലുള്ള കോണളവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 360 ഡിഗ്രി. അപ്പൊ ഇത് മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എ ഒ ബി എന്തായിരിക്കും? എ ഒ ബി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കോൺ എ ഒ ബി പ്ലസ് ഇവിടെയുള്ള കോൺ പറയുന്നത് 180 മൈനസ് 2x. 180 മൈനസ് 2x പ്ലസ് ഇത് 180 മൈനസ് 2y. 180 മൈനസ് 2y സമം 360 ഡിഗ്രി. അതായത് ആകെ കോണളവ് എത്രയാണ്? 360 ആണല്ലോ. ആകെ കോണളവ് എന്ന് പറയുന്നത് 360. അപ്പൊ ഈ എ ഒ ബി പ്ലസ് ഈ 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y എന്നുള്ളത് എന്തെടുക്കുക? 360. 180 കൂട്ടിയ എത്ര? 360. 180 പ്ലസ് 180 എന്ന് പറയുന്നത് 360. അപ്പൊ ഈ 360 ഇവിടെ രണ്ട് സ്ഥലത്തും ക്യാൻസൽ ചെയ്തു. 360 രണ്ട് സ്ഥലത്തും ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ലഭിക്കും? ആംഗിൾ എ ഒ ബി മൈനസ് 2x മൈനസ് 2y സമം 0. അല്ലെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ത് ലഭിക്കും? 2x. ഈ 2x പോയാൽ 2x പ്ലസ് 2y ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതുന്നുണ്ട്. ആംഗിൾ എ ഒ ബി സമം 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ആംഗിൾ എ ഒ ബി സമം 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ത് ലഭിക്കും? എക്സ് പ്ലസ് വൈ സമം ഹാഫ് ആംഗിൾ എ ഒ ബി. എക്സ് പ്ലസ് വൈ സമം ഹാഫ് ആംഗിൾ എ ഒ ബി. എക്സ് പ്ലസ് വൈ സമം ഈ 2 ഇട്ട് വന്നാൽ ഹാഫ് ആംഗിൾ എ ഒ ബി. എക്സ് പ്ലസ് വൈ എന്താണ്? എ പി ബി. കോൺ എ പി ബി ആണല്ലോ എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോൺ എ പി ബി. കോൺ എ പി ബി ആണ് എന്ത്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ കോൺ എ പി ബി സമം ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കോൺ എ പി ബി സമം ഹാഫ് കോൺ എ ഒ ബി. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഞാണ് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ആ ഞാണ് വൃത്തത്തിൽ വേറെ മറ്റൊരിടത്ത്
മറ്റൊരിടത്ത് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. ആ നാല് വൃത്തത്തിൽ മറ്റൊരിടത്ത് ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എന്ന് പറയുന്നത്. എന്തായിരിക്കണം? കണ്ടീഷൻ എന്താണ്? ഈ പി എന്നുള്ളത് എ ബിയുടെ മുകളിലായിരിക്കണം. ഈ പി എന്നുള്ള പോയിന്റ് എ ബിയുടെ മുകളിലായിരിക്കണം, ഇങ്ങോട്ട് വരാൻ പാടില്ല. എ ബി എന്നുള്ള ഞാൻ കൺസിഡർ ചെയ്താല് പിന്നെ അതിന്റെ മുകളിലോട്ടായിരിക്കണം ഈ പി എന്നുള്ള പോയിന്റ് വരേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് ഇതിന്റെ പകുതി ഇത് ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ ഇതിന് വേറെ കേസല്ല, ഈ ഒരു തന്നെ വേറെ വിധത്തിലല്ല. ഈ പി എന്നുള്ള പോയിന്റ് ഇവിടൊക്കെ വരുമ്പോ ചിലപ്പോൾ പ്രൂഫ് ഒരു വേറെ വിധത്തിൽ എടുക്കേണ്ടി വരും. അത് കാണിച്ചു തരാം. അതായത് എപ്പോഴും ഞാൻ ഇങ്ങനെ എ ബി എടുത്തു, സെന്റർ ഓ നമ്മൾ പറയുന്ന വേറെ പോയിന്റ് പി എടുത്തു, ഇത് പി എന്നുള്ള പോയിന്റ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ പ്രൂഫ് എങ്ങനെയായിട്ട് വരും? ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ യോജിപ്പിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ യോജിപ്പിക്കുക. ഇനി നേരത്തെ കേസുകൾ വേഗം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സമപാർശ്വ ത്രികോണം, ആരങ്ങൾ. ഇവിടെ ആരങ്ങൾ ഏതൊക്കെയാണ്? ഒ എ, ഒ ബി, ഒ പി. ഒ എ, ഒ ബി, ഒ പി പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഒ എ, ഒ ബി, ഒ പി. അപ്പോൾ ഈ ഒരു ത്രികോണം എ ഒ പി എന്നുള്ള ത്രികോണം എടുത്താൽ നമ്മളിവിടെ എക്സ് എക്സ് എന്ന് എടുത്തു, എക്സ് എക്സ് എന്ന് എടുക്കാമല്ലോ. അതായത് ഒ എ സമം ഒ പി ആണ് ആരങ്ങളായതുകൊണ്ട്. ഇപ്പൊ ഇവിടെ എക്സ് എക്സ് എന്ന് എടുത്തു. അതായത് മറ്റേതിന്റെ പ്രൂഫ് പോലെ തന്നെ അത് പെട്ടെന്ന് പറഞ്ഞു പോകണം. ഇതിന് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രൂഫ് പി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പ്രൂഫ് ഡിസ്കസ് ചെയ്തല്ലോ, അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ മാത്രം. അതുപോലെ ഈ ഒ ബി പിയുടെ കേസിൽ ഇത് വൈ നിർത്തൂ. അതായത് ഒ ബി ഒ പിയും തുല്യാണല്ലോ, ഒ ബിയും ഒ പിയും തുല്യാണ്. അപ്പൊ ഇത് വൈ നിർത്താല് ഇത് മൊത്തത്തിൽ വൈ, ഇത് മൊത്തത്തിലാണ് വൈ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ വൈ. ഇവിടെ എന്തായിരിക്കും? ഈ ത്രികോണത്തിൽ ഇത് എക്സ് എക്സ് എടുത്താല് ഇത് 180 മൈനസ് 2x, ഇത് 180 മൈനസ് 2x. ഇത് എക്സ് എക്സ് എടുത്താല് ഇത് മൊത്തത്തിൽ 180 മൈനസ് 2x. അതുപോലെ ഈ ഒ ബി പി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 180 മൈനസ് 2x എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ എ ഒ പി ആണ്. ആംഗിൾ എ ഒ പി ആണ് 180 മൈനസ് 2x. ആംഗിൾ എ ഒ പി ആണ് 180 മൈനസ് 2x എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒ ബി പി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ബി ഒ പി, ആംഗിൾ ബി ഒ പി എത്രയാണ്? 180 മൈനസ് 2y ആയിരിക്കും, 180 മൈനസ് 2y. അപ്പൊ ഈ കോണാണ് 180 മൈനസ് 2y എന്ന് പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള കോണാണ് 180 മൈനസ് 2y. ഇത് മൊത്തത്തിലാണ് 180 മൈനസ് 2x. ഇനി നമുക്ക് കിട്ടേണ്ട കോണുകൾ ഏതൊക്കെയാണ്? എ ഒ ബിയും അതുപോലെ എ പി ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. എ ഒ ബിയും എ പി ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് കിട്ടേണ്ടത്. ഈ എ ഒ ബി എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും? എ ഒ ബി എന്നുള്ള കോണ് 180 മൈനസ് 2x മൈനസ് ഈ കോണ് കുറച്ചതാണല്ലോ എ ഒ ബി എന്ന് പറയുന്നത്. 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y എന്ത് ലഭിക്കും? 180 മൈനസ് 2x. അതായത് 180 മൈനസ് 2x എന്ന് 180 മൈനസ് 2y കുറക്കുന്നതാണല്ലോ ഏത് കോൺ എന്ന് പറയുന്നത്? എ ഒ ബി. അപ്പോൾ 180 മൈനസ് 2x ഇത് മൈനസ് 180 പ്ലസ് 2y എന്ന് ലഭിക്കും. സമയം എന്ത് ലഭിക്കും? 180 180 ക്യാൻസൽ ആയാല് 2y മൈനസ് 2x എന്ന് ലഭിക്കും. 2y മൈനസ് 2x. അതായത് ആംഗിൾ എ ഒ ബി എന്ത് ലഭിച്ചു? ആംഗിൾ എ ഒ ബി എന്നുള്ളത് 2y മൈനസ് 2x എന്ന് ലഭിച്ചു. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 2y മൈനസ് 2x എന്ന് ലഭിച്ചു. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 2y മൈനസ് 2x. അതുപോലെ ആംഗിൾ എ പി ബി എന്താണ്? ആംഗിൾ എ പി ബി ഇത് മൊത്തത്തിൽ y ആണല്ലോ, മൊത്തത്തിൽ ഇത് y, ഇത് x. അപ്പോൾ y മൈനസ് x ആണ് ആംഗിൾ എ പി ബി എന്ന് പറയുന്നത്. ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് y മൈനസ് x. ഇത് 2 ഇൻറ്റു y മൈനസ് x. എ ഒ ബി എന്ന് പറയുന്നത് 2y മൈനസ് 2x സമം 2 ഇൻറ്റു y മൈനസ് x. y മൈനസ് x എന്താണ്? 2 എ പി ബി, 2 ആംഗിൾ എ പി ബി, 2 ആംഗിൾ എ പി ബി. ഇവിടെ നിന്ന് എന്ത് ലഭിക്കും? ആംഗിൾ എ പി ബി സമം ഹാഫ് ഓഫ്
ആംഗിൾ എ പി ബി സമം ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. ആംഗിൾ എ പി ബി സമം ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. പ്രൂഫ് അങ്ങനെ എക്സാമിന് പലപ്പോഴും അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും അറിഞ്ഞിരിക്കുക, പഠിച്ചു വെക്കുക. പ്രൂഫ് പഠിച്ചു വെക്കുക. അതായത് പ്രൂഫ് അത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതണല്ലോ. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഇവിടേക്ക് വരുന്നത് എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്? അതായത് നമ്മൾ ആരങ്ങൾ വരച്ചിട്ട് അത് തുല്യമായിരിക്കുമല്ലോ, അത് തുല്യമായിരിക്കും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സമപാർശ്വ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ അതിന്റെ പാദത്തിലുള്ള കോണുകൾ തുല്യമായിരിക്കും. ആ തുല്യതയിൽ പിന്നെ നമ്മൾ എടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ എടുക്കുന്ന ഇതിനോ തൊട്ട് നമ്മളെ പ്രൂഫിൽ പറഞ്ഞ് കേന്ദ്രത്തിലുള്ള ആകെ കോണളവ് എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ആ ഒരു സംഭവം എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്ന വെച്ചാൽ ത്രികോണങ്ങളുടെ ആകെ കോണളവ് എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. അതുപോലെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആകെ കോൺ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. പിന്നെ പറയുന്നത് ആരങ്ങൾ തുല്യ, അതായത് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമായാൽ സമപാർശ്വ ത്രികോണമായിരിക്കും. അപ്പൊ അതിന്റെ പാദത്തിലുള്ള ആ 2 വശങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പാദം, അതായത് ഇങ്ങനെയാണ് സമപാർശ്വ. ഇത് രണ്ടും തുല്യവശങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ സിമ്പിൾ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 2 കോണുകൾ എക്സ് എക്സ് തുല്യമായിരിക്കും. അതാണ് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത. ഈ 2 കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ആ സംഭവമൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചാല് പിന്നെ ആൽജിബ്ര അത് സോൾവ് ചെയ്യുക, കറക്റ്റ് സോൾവ് ചെയ്ത്. അതുപോലെ ഈ ഒരു പ്രൂഫൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് റിസൾട്ട് അറിയാം. റിസൾട്ട് അറിയാന്ന് വെച്ചാൽ എന്താണ് കിട്ടേണ്ടതെന്ന് അറിയാം. അതായത് ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ പറയും ഇത് പ്രൂവ് ചെയ്യാന്ന് പറയും. അതായത് എ ഒ ബിയുടെ പകുതിയാണ് എ പി ബി എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഈ ഒരു സംഭവം ആംഗിൾ എ പി ബി സമം ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി എന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച മെത്തേഡ് വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്ത് ഈ ഒരു സംഭവത്തിലോട്ട് എത്തിക്കുക. അവസാനത്തെ സ്റ്റെപ്പ് എത്തിക്കുക. അപ്പൊ നമ്മൾ പി ഇവിടെ വരുന്നതും, അതായത് ഓയുടെ ഇങ്ങോട്ട് വരുന്നതും, അതുപോലെ പി ഇവിടൊക്കെ വരുന്നതും, അത് 2 മോഡലും പ്രൂഫ് വെച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ പറയുന്നത് എന്താണ്? ഈ ഞാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും വൃത്തത്തില് വേറൊരു ബിന്ദുവായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അതായത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും. ആ സംഭവം എങ്ങനെയാണ് അറിഞ്ഞിരിക്കുക, വേറെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വരും. ഒരു ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന, അതായത് വൃത്തത്തിലല്ല, ഒരു ഞാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ്. അതായത് ഇതാണല്ലോ ഞാണ് എന്ന് പറയുന്നത്. ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ്, അതിന്റെ പകുതി ആയിരിക്കും അത് ആ ഞാണ് വൃത്തത്തിലെ ഒരു ബിന്ദുവുമായിട്ട് ഉണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത്. ഇതിന്റെ പകുതി ആയിരിക്കും, ഇതിനേക്കാൾ കുറവായിരിക്കും ഇത് വൃത്തത്തിലെ വേറെ ബിന്ദുവായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണെങ്കിൽ ഇതിന്റെ പകുതിയാണിത്. ഇനി അത് ഇങ്ങനെ ആവാം, അത് വേണമെങ്കിൽ ഇങ്ങനെ ആവാം. അതായത് ഈ ബിന്ദു എന്ന് പറയുന്നത് ഈ ഞാനിന്റെ മുകളിലായിട്ട് വരണം. അപ്പയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പയാണ് ഈ ഒരു പോയിന്റ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെ ആകാം, ഇങ്ങനെ വരക്കണം. അതായത് ഈ പി എന്നുള്ള പോയിന്റ് ഇവിടെ എവിടെ ഏരിയയുടെ മുകളിലായിട്ട് എവിടെയായിട്ടും വരാം. അപ്പോഴൊക്കെ ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും ഈ ഒരു കോണുകൾ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തുല്യമായിരിക്കും. അതായത് പകുതിയാണ് ഈ കോണ് എന്നൊക്കെ പറയുന്നത്. ഈ കോണുകളൊക്കെ എന്താണ്? ഈ ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഒരു ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ എല്ലാം, അതായത് അതിന്റെ ഒരു വശത്തേക്ക് കൺസിഡർ ചെയ്യണം. ഈ ഞാണ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വശത്തേക്ക്, അല്ല ഇതിന്റെ താഴോട്ടുള്ളതെല്ലാം കൺസിഡർ ചെയ്യുക. ഒരു ഞാണ് വെച്ച് അതിന്റെ മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് മാത്രം എന്ത് ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. അതും ഇതിന് മനസ്സിലായല്ലോ. ഒരു ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. അതായത് ഒരു വശത്തോട് കൺസിഡർ ചെയ്യുമ്പോഴാണ് ആ ഒരു സംഭവം ഉള്ളത്. അല്ല 2 വശത്തോട്ടും അല്ല. ഇത് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന കോണും ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന കോണും തുല്യമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇവിടെ ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് വ്യാസത്തിന്റെ 2 അറ്റങ്ങളും വൃത്തത്തിലെ ഒരു പോയിന്റുമായി യോജിപ്പിച്ച് കിട്ടുന്ന
യോജിപ്പിച്ച് ലഭിക്കുന്നത് ഒരു മട്ട കോണായിരിക്കും. വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്നത് ഒരു മട്ട കോണായിരിക്കും. ഈ രണ്ട് പോയിന്റ്സ് ആണ് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.